എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചിരിച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന 3 പച്ചക്കള്ളങ്ങൾ ഏതൊക്കെ? ആളിന്റെ മനസ്സ് നന്നായിരിക്കണം, അതല്ലേ നോക്കേണ്ടത്, മുഖസൗന്ദര്യമല്ലല്ലോ നോക്കേണ്ടത്. ഇത് ഒന്നാമത്തെ കള്ളം. ഇത് പറയുന്ന ആളും മറ്റെല്ലാവരും മുഖത്തെ സൗന്ദര്യമാണ് നോക്കുന്നത്. രണ്ടാമത്തെ പച്ചക്കള്ളം ഇതാണ്: മനുഷ്യന്റെ മനസ്സ് വലുതായിരിക്കണം, പൈസയിൽ എന്തിരിക്കുന്നു. എന്നാൽ എല്ലാവരും നോക്കുന്നത് അയാളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്നാണ്. മൂന്നാമത്തെ പച്ചക്കള്ളം: ജയം എപ്പോഴും അവസാനം സത്യത്തിലായിരിക്കും. എന്നാൽ അതാണോ? അല്ല, ജയം എപ്പോഴും അവന്റെ കയ്യിലായിരിക്കും, ആരുടെ കയ്യിലാണോ ധനമുള്ളത്. എല്ലാവരും പറയുന്ന 3 പച്ചക്കള്ളങ്ങളാണിത്. കലിയുഗമാണ്, ഇത് മറക്കരുത്. എല്ലാവർക്കും വേണ്ടുന്ന കാര്യം തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരും ഉണ്ടാകില്ല. എല്ലാവർക്കും ആവശ്യം ഇതാണ്, അത് തന്നെയാണല്ലോ നിങ്ങൾക്കും വേണ്ടത്. അതില്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോടാകുമോ? അതുകൊണ്ട് അത് കയ്യിൽ വരാനും എപ്പോഴും സുരക്ഷിതമായി കയ്യിലിരിക്കാനും ഉള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. ഒരു TV പ്രോഗ്രാമിൽ മത്സരാർത്ഥിയോട് ഒരു ജഡ്ജസ് ചോദിച്ച ചോദ്യം: നിങ്ങളുടെ മുന്നിൽ 2 പെട്ടികളുണ്ട്, അതിൽ ഒന്നിൽ നിറയെ പണമാണ്, മറ്റൊന്നിൽ നിറയെ സ്നേഹമാണ്. ഇതിൽ ഏത് പെട്ടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? ഈ ചോദിക്കുന്ന ജഡ്ജസിനും അറിയാം, അത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാർക്കും അറിയാം ആ കുട്ടി എന്ത് ഉത്തരമാണ് നൽകാൻ പോകുന്നതെന്ന്. ഉത്തരം പറയുന്ന കുട്ടിക്കും അറിയാം, അവിടെ ഇരിക്കുന്ന ജഡ്ജസിനും മറ്റുള്ളവർക്കും എല്ലാവർക്കും അറിയാം അവിടെ പറയാൻ പോകുന്ന ഉത്തരം തെറ്റാണെന്ന്. എന്നാലും ഉത്തരം പറയുന്നതോ സ്നേഹം നിറഞ്ഞ പെട്ടിയെയാണ് ഞാൻ തിരഞ്ഞെടുക്കുക എന്നായിരിക്കും. അല്ലേ? വളരെ വിചിത്രമാണ് അല്ലേ? ധാരാളം സ്നേഹം കയ്യിൽ നിറയെ ഉണ്ടായിട്ട് എന്തിനാ? ആരെങ്കിലും നിങ്ങളോടൊപ്പം ചേരുമോ? എന്നാൽ ധാരാളം കാശ് കയ്യിലുണ്ടെങ്കിലോ എത്ര പേരുടെ സ്നേഹം നിങ്ങൾക്ക് വേണം? ധനാകർഷണത്തിന് വേണ്ടിയുള്ള വിധികളും മന്ത്രജപവും നടത്തിക്കൊണ്ടിരുന്നാൽ ധനം ഒന്നും വരികയില്ല എങ്കിലും ധനാഗമനത്തിനുള്ള വഴികൾ തുറന്നു കിട്ടുകയും അതുപോലെ നല്ല കർമ്മത്തിലൂടെ നേടുന്ന ധനം സൂക്ഷിച്ചു വയ്ക്കാനും അതുപോലെ നല്ല കാര്യത്തിന് വേണ്ടുന്ന വിധം ഉപയോഗിക്കാനും സാധിക്കും. ഈ അധ്യായത്തിൽ ചില ധനാഗമനത്തിന് വേണ്ടി ചെയ്യേണ്ട ഉപായങ്ങളെ പറ്റി പറയാം. ഒന്നാമത്തേത്, ധനാഗമനത്തിന് വേണ്ടി ശനീശ്വരനെ തൃപ്തിപ്പെടുത്തുക. അതിനായി ചെയ്യേണ്ട ഒരു സരളമായ ഉപായമാണ് ശനിയാഴ്ച ദിവസം പാവപ്പെട്ട ആർക്കെങ്കിലും പാദരക്ഷ സന്തോഷമായി വാങ്ങി നൽകുക. ഇത് ശനീശ്വരനെ തൃപ്തിപ്പെടുത്തുകയും ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി നേടാനുള്ള തടസ്സങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. ഐശ്വര്യം വന്ന് ചേരുകയും ചെയ്യും. സാമ്പത്തിക നേട്ടത്തിനായി സമ്പത്തിന്റെയും ആഡംബരത്തിന്റെയും ഗ്രഹമായ ശുക്രനെ തൃപ്തിപ്പെടുത്തുവാൻ ചെയ്യേണ്ടത് ധാന്യപ്പൊടിയിൽ പഞ്ചസാര കലർത്തി ഉറുമ്പിനെ ഭക്ഷിക്കാനായി നൽകുക എന്നതാണ്. ഇത് വെള്ളിയാഴ്ചയാണ് ചെയ്ത് തുടങ്ങേണ്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനായി ചെയ്യേണ്ട ഒരു ഉത്തമ ഉപായമാണിത്. ലക്ഷ്മി ദേവി ശുദ്ധിയും വൃത്തിയും ഉള്ള ഇടത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. അതായത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഐശ്വര്യത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് വസിക്കുന്ന ഇടവും ദേഹവും അതുപോലെ മനസ്സും വൃത്തിയായി എപ്പോഴും സൂക്ഷിക്കുക. കയ്യിൽ ധനമുണ്ടെങ്കിൽ ഒരിക്കലും മുഷിഞ്ഞതോ കീറിയതോ ആയ വസ്ത്രങ്ങൾ ധരിച്ച് ഭവനത്തിൽ പോലും നിൽക്കരുത്. സമയത്തിന് വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായ പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറുവാനായി എല്ലാ ദിവസവും രാവിലെ ഉദയസൂര്യന് ആർഘ്യം ചെയ്യുക. ആർഘ്യം ചെയ്യുമ്പോൾ ഓം ഗണീം സൂര്യായ നമഃ എന്ന മന്ത്രത്തെ ജപിക്കുക. സമ്പത്തും ജീവിത വിജയവും ആകർഷിക്കുവാൻ ചെയ്യേണ്ട ഒരു ഉത്തമ ഉപായമാണിത്. ആർഘ്യം ചെയ്യേണ്ട വിധി മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ദിവസവും രാത്രി നെയ്വിളക്ക് കത്തിച്ചു വെച്ച് വടക്കോട്ട് നോക്കിയിരുന്ന് അഷ്ടലക്ഷ്മി കുബേര മന്ത്രം ജപിക്കുന്നത് വളരെ ലാഭകരമായിരിക്കും. മന്ത്രത്തെ പറഞ്ഞു തരാം. മന്ത്രം ഇതാണ്: ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം
കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പൂരയ പൂരയ നമഃ. ധനാഗമനത്തിന് ജപിക്കേണ്ട വളരെ ഉത്തമമായ ഒരു മന്ത്രമാണിത്. നിങ്ങൾ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല. അത്യാവശ്യ സമയത്ത് ആരിൽ നിന്നെങ്കിലും കടം വാങ്ങേണ്ടി വരുന്നു. ഈ സ്ഥിതി ആണെങ്കിൽ അതിനുള്ള കാരണങ്ങളെ കണ്ടെത്തുക. പിതൃദോഷം, വാസ്തുദോഷം ഇവയെല്ലാം ഈ സ്ഥിതിക്ക് കാരണമാകാറുണ്ട്. അതുപോലെ മാതാപിതാക്കൾക്ക് സ്നേഹം നൽകാത്തവർക്കും അതുപോലെ പിതാവിന് ബഹുമാനം നൽകാത്തവർക്കും ഒരിക്കലും സാമ്പത്തിക ഭദ്രത ഉണ്ടാവില്ല. കാശ് ഉണ്ടാക്കുവാനൊക്കെ സാധിക്കും, എന്നാൽ അതിന് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ വരും. ഇതിനായി പ്രതിവിധികളൊന്നുമില്ല. ബാക്കി പറയണ്ടല്ലോ. ധനാഗമനം ഉണ്ട്, എന്നാൽ അത് നിൽക്കുന്നില്ല എത്ര ശ്രമിച്ചിട്ടും. പലരും ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് പോലുമില്ല എന്നതാണ് സത്യം. ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നിന്ന് കരകയറുവാനായി ഒരു ഉപായം പറഞ്ഞു തരാം. ഇതൊന്ന് ചെയ്തു നോക്കുക. അതിനുശേഷവും അതിന് നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാരണങ്ങളാണോ എന്ന് പരിശോധിക്കുക. ചെയ്യേണ്ടത് ഇത്രമാത്രം. ലക്ഷ്മി ദേവിയുടെ മുന്നിൽ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ഒരു ചെറിയ പാത്രത്തിൽ ഒരു നാണയം ഇട്ട് ദേവിക്ക് സമർപ്പിക്കുക. വ്യാഴാഴ്ച ദിവസം രാത്രി ചെയ്തിട്ട് വെള്ളിയാഴ്ച ദിവസം രാത്രിയിൽ ഒരു മാവിൻ തടി കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെല്ലം അഥവാ ചെറിയ പെട്ടി ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് ആ നാണയത്തെ വെച്ച് ധനം വയ്ക്കുന്ന അലമാരയിൽ വയ്ക്കുക. ഈ ഒരു ഉപായം ചെയ്തു നോക്കുക. ഭവനത്തിൽ വരുന്ന കാശ് തങ്ങി നിൽക്കാൻ തുടങ്ങും. ധനം വയ്ക്കേണ്ട അലമാരി ഭവനത്തിൽ 16 ദിശകളിൽ ഏത് ദിശയിലാണ് വെക്കേണ്ടതെന്ന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് തീർച്ചയായും കാണുക. ധനം വയ്ക്കുന്ന അലമാരി ഒരിക്കലും തെക്കിനും തെക്ക് പടിഞ്ഞാറിനും ഇടയിൽ വരുവാൻ പാടില്ല. അതായത് സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് അഥവാ തെക്ക് പടിഞ്ഞാറ് ദിശ എന്ന് കരുതി സൗത്ത് വെസ്റ്റിൽ ആണോ ഇരിക്കുന്നതെന്ന് നോക്കുക. ആ ദിശയിൽ ഉള്ള അലമാരയിൽ വയ്ക്കുന്ന സ്വർണം തീർച്ചയായും അധികം വൈകാതെ തന്നെ മുറ്റത്തിലോ മണപ്പുറത്തോ ഉള്ള ബാങ്ക് ലോക്കറിലേക്ക് മാറുന്നതായിരിക്കും. ധനത്തെ ഒരിക്കലും മുകളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ ധനം കയ്യിലുള്ളിടത്തോളം ആ ധനം നമ്മെ ജീവിതത്തിൽ ഒരുപാട് ഉയരത്തിലേക്ക് കൊണ്ടുപോകും. തീർച്ച. ജീവിതത്തിൽ തോറ്റിട്ടും തോൽവി സമ്മതിക്കാത്ത വ്യക്തികളാണ് പൈസ എന്തിന്, ഇന്ന് വരും നാളെ പോകും എന്ന ഈ ഡയലോഗ് അടിക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തി പറയും, ധനം എത്രത്തോളം സമ്പാദിക്കാനാകും അത്രയും സമ്പാദിക്കുക. കാരണം പണമില്ലാത്തവൻ വെറും പിണമാണെന്ന്. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിലും ഒന്ന് എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.